ആദറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ. എന്താ രസം, എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ? വന്നടി മക്കളെ. നിങ്ങൾക്ക് നാണമുണ്ടോ വല്യമ്മ? നാണമുണ്ടോ? ഇതേപോലത്തെ മഞ്ഞ് രാജ്യത്ത് പോയി ഇങ്ങനെ മഞ്ഞ് പാറി കളിക്കാൻ നാണമുണ്ടോ നിങ്ങൾക്ക്? നാണമുണ്ടോ? എനിക്ക് ചൊറിയുള്ള വീട്ട് മഞ്ഞ് കടിക്കുന്നത് കാണുമ്പോഴേ ഇവിടെയൊക്കെ കടിക്കുന്നു. എനിക്ക് പിടിക്കുന്നില്ല എനിക്കിതൊന്നും. ഇവരെന്തിനാണെന്ന് നമുക്ക് അറിയണമല്ലോ. അവർ ബാക്കി ഒന്ന് കണ്ടു നോക്കട്ടെ. വൈബ് എന്ന് പറഞ്ഞാ ഇതാണ് വൈബ്. മണാലി യാത്രയൊക്കെ കഴിഞ്ഞ് നബീസുമ്മ തിരിച്ചു വന്നിട്ടുണ്ട്. ഉമ്മ, എങ്ങനെയുണ്ടായിരുന്നു മണാലി യാത്ര? മണാലി യാത്ര അടിപൊളിയായിരുന്നു. പൊളി മൂടെന്ന എന്തോന്ന്? യാത് പൊളി മൂട്? ഇതൊക്കെയാണോ ഒരു സ്ത്രീയുടെ വായിന്ന് വരേണ്ട വാക്കുകൾ? പൊളി മൂടെന്നോ? അത് മണാലിയാ? ഇത് രാജ്യം ഇന്ത്യ തന്നെ. ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ വിചാരിച്ചു ഏതോ മഞ്ഞ് രാജ്യമാണ്. നിങ്ങൾ അമേരിക്കയിലൊക്കെ ഉണ്ടല്ലോ ഇതേണക്ക് മഞ്ഞ് രാജ്യം. അതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ ഇന്ത്യയിലാണ് പോയത്. ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. പിന്നെ ഒരു രാജ്യം ഉണ്ടായിരുന്നു. ബാക്കി എന്തിനാലും ഒന്ന് കണ്ടു നോക്കട്ടെ. പക്ഷെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പ്രതീക്ഷിക്കില്ല ഞാനിങ്ങനെ മണാലി പോകുമെന്നും ഒരു യാത്ര ചെയ്യുമെന്നും നിങ്ങളൊക്കെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്നും എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ നിങ്ങൾ എന്തിനാണ് വല്യമ്മ നിങ്ങൾ സംസാരിക്കുന്നതിന്? സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. അല്ലാതെ ഇങ്ങനെ വന്ന് മൈക്കിൻ്റെ മുമ്പ് സംസാരിക്കാനുള്ള യോഗ്യത ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാ? ഇല്ല. സ്ത്രീകൾക്ക് അതിനുള്ള അനുവാദമില്ല. ഈ ലോകം അവസാനിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അവസാനിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് മൈക്കിൻ്റെ മുമ്പൊന്ന് സംസാരിക്കാനുള്ള ഇതൊന്നും വെച്ച് പുലർത്താൻ പറ്റൂല. ഇതൊക്കെ കാണുമ്പോഴേ എൻ്റെ ഉള്ളം കാലിന്ന് ഒരു കടി ഇങ്ങനെ ഇളം. എനിക്ക് കടിക്കുന്ന അടുത്ത കാട്ട് കടി ഇളകുന്ന. നമുക്കും ഇനി നിങ്ങളും എൻ്റെ കൂടെ വരണം, ഇതേപോലത്തെ ഒരു യാത്ര ചെയ്യണം എന്നിട്ട് എല്ലാവരും താല്പര്യം കാണിച്ചിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ കടി ഇളവിട്ട് എന്തെന്നടാ കാണിക്കുന്ന? നീയൊക്കെ വീട്ടിലിരിക്കണം. വല്യമ്മച്ചായാലും ഏതമ്മച്ചായാലും വീട്ടിലിരിക്കണം. 10-25 കൊല്ലം മുമ്പ് ഈ വല്യമ്മച്ചിയുടെ ഭർത്താവ് മരിച്ചാണ്. വീട്ടിൽ മറ്റേ സലാത്തും ചൊല്ലി വീട്ടിലിരിക്കേണ്ടതാണ്. ഒരു മൂലക്കയിൽ ഇരുട്ടത്ത് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് ടോർച്ച് വെട്ടത്തിൽ ഈ സാധനവും വായിച്ചിരിക്കണം. അതാണ് യഥാർത്ഥ ഒരു ഭാര്യയുടെ കടമ. മനസ്സിലാവുന്നുണ്ടാ പുള്ളേ? നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവ എന്താടാ ഈ പറയുന്ന? സുഹൃത്തുക്കളെ, ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല. നമ്മളെ നബീസുമ്മ കുളു മണാലിയിൽ പോയി 75ാമത്തെ വയസ്സിൽ. അങ്ങനെ പോയപ്പോഴത്തേക്കും ഒരാശ ഇതാണ് സ്റ്റേജിൽ നിന്ന് ഒരു വിവരക്കേട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. അറിഞ്ഞുകൂടാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്യമ്മ. ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തിന്റെ കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരി ഇങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരെന്നെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമില്ല. 25 എനിക്ക് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമൊന്നും ആരുടെടുത്തും ഇല്ല. പിന്നെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഇവരൊക്കെ ഇങ്ങനെ സന്തോഷിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഇളവൊക്കെ ഉണ്ട്. ഒരു 1.5 കടി ബാക്കിൽ നിന്ന് അങ്ങ് തുടങ്ങും. പിന്നെ അത് അവസാനിക്കുന്നത് നാക്കിലാണ്. ആ ചൊറി അങ്ങോട്ട് നാക്കിൽ വരും. അപ്പോൾ ഇതിനൊക്കെ വല്ല സ്റ്റേജും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പച്ച വിവരക്കേടങ്ങിരുന്ന് പറയും. 25 കൊല്ലം മുമ്പ് മരിച്ചത് എൻ്റെ പൊന്നു മാമ. 25 കൊല്ലം മുമ്പല്ലേ മരിച്ചത്. അവർക്ക് 75 വയസ്സുണ്ട്. അല്ലാതെ മെനഞ്ഞാന്നൊന്നും അല്ലല്ലേ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ. 25 കൊല്ലം അവരെ മക്കളും വന്ന് കാണും ഇവിടെ. ഇതൊക്കെ ആരടാ ഇത്?
ഇങ്ങേരെ വീട്ടിലെ പെണ്ണുമ്പുള്ള ഇതെന്തോ കണ്ടിട്ട് പറഞ്ഞു കാണും, എനിക്ക് കൊണ്ടുപോകൂ എന്നെയും കൂടെ. ഇങ്ങേരെ 5-ൻ്റെ പൈസ കാണൂലായിരിക്കും, അതായിരിക്കും കൊണ്ടുപോകാത്തത്. ഇതെന്തിരടാ ഇതൊക്കെ, വല്ലാത്ത വിവരക്കിടാൻ. അത് ഒരു ഓപ്പൺ സ്റ്റേജിൽ എന്ന് പറയാണ്, ഒരു സ്റ്റേജിൽ നിന്ന് ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനത്തെ വിവരം കെട്ട കാര്യങ്ങളങ്ങ് വിളിച്ചങ്ങ് പറയണം ഇങ്ങേര്. ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ തലയിട ഇവന്മാർക്കൊക്കെ ഒരു വേറെ ചുരപ്പില്ലാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പൊന്നു മാമാ, നിങ്ങളാ മോളെന്ന് ഇനി ഇറങ്ങണം താഴെ, ഇത്തിരി സമയം പിടിക്കും. ഏറുന്ന് താഴെ ഇറങ്ങണം നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഇതിനൊരു മറുപടിയായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഏതായാലും മാമൻ്റെ സംസാരവും ഇവരൊക്കെ ഒക്കെ നല്ല രസമുണ്ട്. ഇനി മാമൻ പറയുന്ന കണക്കേ നമ്മൾ കേൾക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ അമ്മ? അയ്യോ, 25 കൊല്ലം മുമ്പ് മരിച്ചേനെ തന്നെ. 70-75 വയസ്സായില്ലേടേ അവർക്ക്. അവർ പോയി സന്തോഷിക്കട്ടെ. അത് കണ്ടിട്ട് നിങ്ങൾ കടികളാവുന്നെങ്കിൽ എന്തോന്ന് ചെയ്യാനടേ. എൻ്റെ പൊന്നു നബീസുമ്മേനായാലും ഇനി ആരായാലും നിങ്ങൾ പോകണം, എല്ലാവരും പോകണം. സന്തോഷിക്ക് പോയി. ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അടിച്ച് പൊളിക്ക്. ഏതാ മൂട് മൂട് തന്നെ. ശരി എന്നാൽ പോണം. എൻ്റെ പൊന്നു അമ്മ മാറി ചിന്തിക്കും. 2025 നീ ഇതിനകത്തേക്ക് അപരാധങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാമ ഏറില്ലെന്നല്ല, നാട്ടുകാർ എറിയും നമ്മളെ നാഗചേച്ചി പറഞ്ഞ കണക്ക്. അപ്പോൾ ശരി എന്നാ പോണ് കേട്ടോ. ഇതെന്തോന്നാണ് ഈ കാണുന്നത് നമ്മൾ? അസംബന്ധം, ശുദ്ധ അസംബന്ധമല്ലേ ഇവരിപ്പോൾ വിളിച്ച് പറയണത്. ഇവരാ പോയി ബാക്കി നസീമിനെയൊക്കെ നിന്നെ വിളിക്കുന്നത്. രാമോ, ഇതെങ്ങനെയാണോ എന്തോ ഇവർ ഈ സ്റ്റേജിൽ ഇതേപോലത്തെ സൗണ്ടിലൊക്കെ സംസാരിക്കുന്ന. ഓ, ചത്തില്ലെന്നേ ഉള്ളൂ ഭാഗ്യം. അയ്യോ.